ഹലോ, ദിസ് ഇസ് ബ്രിജേഷ് ഓൺ മിർച്ചി. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്, ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോൾ പറയുമ്പോഴും ആകപ്പാടെ ഒരു എന്താ പറയുക, ഒരു രക്തം തിളയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. ഏതാണ്ട് ആ ഒരു മൂഡാണ് മൊത്തത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ആണ് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഹരി, ഈ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ കുറിച്ച് ഒരു ക്രിക്കറ്റ് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തൊക്കെയാണ് ആ ഒരു കുറച്ച് സ്റ്റാറ്റ്സ് ഒക്കെ തരികയാണെങ്കിൽ നല്ല കാര്യം. 1978 ആദ്യമായിട്ട് ഇന്ത്യ പാക് ഒരു ലിമിറ്റഡ് ഓവർ മാച്ച് ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഒരു 1986 വരെയുള്ള ഒരു സമയം ഏകദേശം തുല്യതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. 1986 എല്ലാവർക്കും അറിയാം, മിയാൻദാദ് ലാസ്റ്റ് ബോളിലൊരു 6 അടിച്ച് പാകിസ്ഥാൻ ജയിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതിലാണ് ഈ മങ്കി ജമ്പ് ഉണ്ടായിരുന്നത്? അല്ല, അത് വേൾഡ് കപ്പിലുണ്ടായ ഒരു സംഭവമാണ്. ലാസ്റ്റ് ബോളിൽ ഒരു 6 അടിച്ച് ജയിച്ചതോടുകൂടി ഒരു പ്രത്യേക ഉണർവ് പാകിസ്ഥാൻ ഉണ്ടായതുപോലെയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. പിന്നീട് അവരുടെ ആധിപത്യമായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യ ജയിച്ചതിന്റെ ഇരട്ടി മാച്ചസ് ഇന്ത്യ പാക് മാച്ചസിൽ അവർ ജയിച്ചിട്ടുണ്ട്. അത് 90s വരെ എല്ലാം ഒരു വ്യക്തമായ മുൻതൂക്കം എപ്പോഴും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ തലമുറയിലെ കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ അത്ര വിശ്വാസം വരില്ല. കാരണം ഞാനും കേട്ടിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസിൽ ഇന്ത്യ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, കാരണം അത് മേജർ മാച്ചസിലും വേൾഡ് കപ്പ് മാച്ചസിലും എല്ലാം ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നു. വേൾഡ് കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ കളിച്ച 8 മത്സരങ്ങളിൽ എല്ലാം ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. ആകപ്പാടെ ഒരു കളി പക്ഷേ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, 8 മത്സരം ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. T20 കറക്റ്റ് സ്റ്റാറ്റ്സ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. വൺഡേയിൽ 8 മാച്ചസും ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ അനാലിസിസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. ദിസ് ഇസ് ബ്രിജേഷ് ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ബ്രിജേഷ് ആണ് ഓൺ മിർച്ചി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ തന്നെ ഒരു എന്താ പറയാ, ഒരു രോമാഞ്ചെന്നോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ ഒരു പുറപ്പാടെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒറ്റയ്ക്കല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ നമ്മളുടെ കൂടെ ഉണ്ട്. ഹരി, എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും ഫേവറേറ്റ് ഇന്നിങ്സ് ഏതാ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 2003 ഒരു 98 ഉണ്ട്. അൺബിലീവബിൾ ഇന്നിങ്സ്. കാരണം ആ ഇന്നിങ്സിന് 98 എടുത്തു എന്ന് മാത്രമല്ല, ഈ എന്താണ് പറയാ, പൊതുവെ വീരേന്ദ്ര സെവാഗാണ് അതുവരെ സ്ട്രൈക്ക് എടുത്തോണ്ടിരുന്നത് ഫസ്റ്റ് ബോൾ ഇറങ്ങുന്നത്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ പതിവില്ലാണ്ട് ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് എടുക്കുന്നു, സെവാഗിന്റെ അടുത്ത് ആ പ്രഷർ എടുക്കുന്നു. മൊത്തം ആ ഒരു വേണമെങ്കിൽ ഇന്ത്യയുടെ മൊത്തം പ്രഷർ അല്ലെങ്കിൽ ആ മാച്ചിന്റെ മൊത്തം പ്രഷർ എടുത്തിട്ട് ഈ പ്രഷർ മുഴുവൻ പാകിസ്ഥാന്റെ നേരേക്ക് കൊടുക്കുക. അൺബിലീവബിൾ ഇന്നിങ്സ് ആണത്. അതെ, സച്ചിൻ അങ്ങനെ ഒരു സ്ട്രൈക്ക് എടുക്കാനും കാരണമുണ്ട്. കാരണം സച്ചിൻ ഈ മാച്ചിന് വേണ്ടി ഒരുപാട് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സച്ചിൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സച്ചിൻ സെവാഗിന്റെ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സ്ട്രൈക്ക് എടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഓവർ ചെയ്യുന്നത് വസീം അക്രമാണ്. സെഞ്ചുറിയനിലാണ് കളി, സൗത്ത് ആഫ്രിക്കൻ പിച്ചിലാണ് കളി. 2003 270 റൺസിലധികം ചേസ് ചെയ്യേണ്ട ഒരു കളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസ്കി പിച്ചിൽ സച്ചിൻ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു. ആ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അസാമാന്യ ഇന്നിങ്സ് തന്നെയാണ്. കാരണം ഈ വസീം അക്രം, വഖാർ യൂനിസ്, ഷോയിബ് അക്തർ, ഷാഹിദ് അഫ്രീദി, അതെ, അതുപോലെ തന്നെ സച്ചിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അബ്ദുൾ റസാഖ്. അത് ഒരുപാട് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ബോളറുടെ ലിസ്റ്റിലുണ്ട്. അതെ, ഈ ഒരു നിരക്കെതിരെയായിരുന്നു സച്ചിന്റെ ഇന്നിങ്സ്. ആ ഇന്നിങ്സ് 130 സ്ട്രൈക്ക് റേറ്റിലാണ് 22 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കളിച്ചത്. T20 വരുന്നതിന് മുമ്പ്. അതെ. ആ ഇന്നിങ്സ് ഒരുപാട് പേർ എപ്പോഴും സംസാരിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയാണ്. പക്ഷെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു സ്പെല്ലുണ്ട്. അത് വഖാർ യൂനിസിന്റെ ഒരു തന്ത്രമായിരുന്നു. വഖാർ യൂനിസിന്റെ ആ തന്ത്രപരമായ സ്പെല്ലിനെ കുറിച്ച് നമ്മൾ പറയും ഇപ്പോഴല്ല, കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ഇത് ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. മിർച്ചി, സംഗതി ഹോട്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ബ്രിജേഷും മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണനാണ് കൂടെയുള്ളത് ഓൺ മിർച്ചി. ഹരി, നേരത്തെ ഹരി പറഞ്ഞൊരു സംഭവമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് ഞാൻ പറയായിരുന്നു 2003 98. അതില് ഹരി പറഞ്ഞത് വഖാർ യൂനിസിന്റെ ഒരു എന്താണ് പറയുക, തന്ത്രപരമായിട്ടുള്ള ബോളിംഗ് എന്നൊക്കെ പറഞ്ഞു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അതെ, ഇന്ത്യ 5 ഓവറിൽ അന്ന് 50 റൺസ് എത്തി, ഒരു വിക്കറ്റും പോയിട്ടില്ല. സെവാഗ് അടിച്ചു തകർക്കുന്നു, സച്ചിൻ അടിച്ചു തകർക്കുന്നു. രണ്ടുപേരും ഒരു അപ്പർ കട്ടിലൂടെ തേർഡ് മാനിലേക്ക് ഒരു 6 അടിക്കുന്നു. അപ്പോഴാണ് വഖാർ യൂനിസും അക്രവും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സെവാഗിന് എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫുട് വർക്ക് ശരിയാവുന്നില്ല. അദ്ദേഹം സ്കോർ ചെയ്തതെല്ലാം തേർഡ് മാനും
കവറിനും ഇടയ്ക്കുള്ള ഏരിയയിൽ മാത്രമാണ്. ഈ അദ്ദേഹം കളിച്ച 14 ബോളുകളിൽ ഏതോ 2 ബോളുകൾ ഒഴികെ എല്ലാ ബോളുകളും അങ്ങോട്ടാണ് കളിച്ചത്. ആകെ അദ്ദേഹത്തിന് ഒരു റൺ ലെഗ് സൈഡിലേക്ക് കിട്ടിയത് പോലും ഒരു ഇൻസൈഡ് എഡ്ജ് പോയതാണ്. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു. അദ്ദേഹം അതുവരെ അടിച്ച ആ ഒരു ചെറിയ ഏരിയയിലെല്ലാം ഫീൽഡേഴ്സിനെ സെറ്റ് ചെയ്യാം, തിക്കായി ഫീൽഡേഴ്സിനെ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ബാക്ക്വേർഡ് പോയിന്റും ഒരു ഷോർട്ട് കവറും എക്സ്ട്രാ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. തൊട്ടടുത്ത ബോളിൽ ഈ ഷോർട്ട് കവറിൽ ക്യാച്ച് കൊടുത്ത് ഷാഹിദ് അഫ്രീദിക്ക് ക്യാച്ച് കൊടുത്ത് സെവാഗ് ഔട്ടായി. പിന്നീട് വരുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലി വന്ന് നിൽക്കുമ്പോൾ തന്നെ 2 സ്ലിപ്പ് അവിടെ വഖാർ യൂനിസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, എന്നിട്ടൊന്ന് നിന്നു. എന്നിട്ട് ഒരു സ്ലിപ്പ് കൂടെ, 3rd സ്ലിപ്പ് കൂടെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അതോടെ ഒരു ഔട്ട് സ്വിംഗർ പ്രതീക്ഷിച്ച് നിന്ന സൗരവ് ഗാംഗുലി ഒരു ഔട്ട് സ്വിംഗർ ഉറപ്പിച്ചു. പക്ഷെ വഖാർ യൂനിസ് അടുത്ത ബോൾ എറിഞ്ഞത് ഒരു ഇൻ സ്വിംഗറാണ്. അത് പ്ലംബ് LBW. അടിപൊളി. ഇത് ഹരി പറയുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യ ജയിച്ചു, ടെണ്ടുൽക്കറുടെ ഇന്നിങ്സ് ലാസ്റ്റ് യുവരാജ് വന്നിട്ട് ജയിപ്പിക്കുന്നൊക്കെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് കുറെയൊക്കെ. പക്ഷെ ഈ ഒരു സാധനം ഇപ്പൊ ഹരി പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വഖാർ യൂനിസിനെ പോലെ ലെജൻഡറി ബോളർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ക്രിക്കറ്റ് വിശേഷങ്ങൾ തീരുന്നില്ല. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ബ്രിജേഷ് ആണ് ഓൺ മിർച്ചി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ചാണ്. അത് ഞാൻ ഒറ്റയ്ക്കല്ല, മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണന്റെ കൂടെയാണ്. ഹരി, ഇനി നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് അനിൽ കുംബ്ലെയുടെ ഒരു 10 വിക്കറ്റ് ഉണ്ട്. അത് പാകിസ്ഥാൻ എഗെയിൻസ്റ്റ് തന്നെ വന്നു എന്നുള്ളത് വേറെ വലിയൊരു കാര്യം കൂടിയാണ്. പറയുമ്പോൾ ഡൽഹിയിലാണ്, അന്നത് ഫിറോസ് ഷാ കോട്ട്ല, ഇന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അപ്പോ ആ 10 വിക്കറ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഒരു ഇന്നിങ്സിന്റെ 10 വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ജിംലേക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ എടുക്കുന്നതിന്റെ ഇമ്പാക്ട് എന്താണ് ശരിക്കും ഒരു ബോളറെ സംബന്ധിച്ച്? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ 3 പേർക്ക് മാത്രമാണ് ഈ 10 വിക്കറ്റ് ഒരു ഇന്നിങ്സിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒരാൾ ജിംലേക്കർ, ഒരാൾ അനിൽ കുംബ്ലെ. അതെ, ഇതെനിക്കറിയാം. മൂന്നാമത്തെ അജാസ് പട്ടേൽ. 2021 ഇന്ത്യക്കെതിരെയായിരുന്നു ആ നേട്ടം. ഇന്ത്യക്ക് അഗൈൻസ്റ്റ് 10 വിക്കറ്റ്സ്. അതെ. ജിംലേക്കർ 1956 അതായത് ഇത്രയും വലിയ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ആകപ്പാടെ 3 പേരെ എടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് അറിയാം. പക്ഷേ അനിൽ കുംബ്ലെയുടെ ഒരു കാര്യം പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിൽ കുംബ്ലെ ഇത് എടുത്തിരിക്കുന്ന പാകിസ്ഥാന്റെ അഗൈൻസ്റ്റ് എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. ഇത് മാത്രമല്ല, ഇതിന് ശേഷമാണ് അനിൽ കുംബ്ലെക്ക് ഒരു വിശ്വാസം ഉണ്ടായത്. അതായത് ഈ മാച്ചിൽ ബോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ടെണ്ടുൽക്കർക്കാണ് അനിൽ കുംബ്ലെ ക്യാപ്പ് കൊടുക്കുന്നത്. കാരണം ബോൾ ചെയ്യുമ്പോൾ ക്യാപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അനിൽ കുംബ്ലെ എപ്പോഴും എല്ലാ മാച്ചിലും ക്യാപ്പ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധനം. അങ്ങനെ ഒരു വിശ്വാസത്തിനും കൂടെ ഇത് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ശ്രീനാഥിന്റെ കാര്യമാണ്. ശ്രീനാഥ് അന്ന് അവസാനത്തെ വിക്കറ്റ് എടുക്കാൻ ഒട്ടും ശ്രമിച്ചിരുന്നില്ല. കുംബ്ലെക്ക് 10 വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ വിക്കറ്റ് കിട്ടാതിരിക്കാൻ സ്റ്റംപ് ഒന്നും ആക്രമിച്ചിട്ടില്ല, വൈഡായിട്ടാണ് ബോൾ ചെയ്തത്. അതെ, 9 വിക്കറ്റിൽ നിൽക്കുമ്പോൾ അതിൽ ഒരു ബോൾ ബാറ്റർ അടിച്ചിട്ട് പൊങ്ങി അത് ക്യാച്ച് ചെയ്യാൻ സദഗോപൻ രമേശ് ശ്രമിക്കുമ്പോൾ ആ ക്യാച്ച് എടുക്കരുത് എന്ന് വരെ വിളിച്ചു പറഞ്ഞു ശ്രീനാഥ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വിശേഷങ്ങൾ തീരുന്നില്ല. ദിസ് ഇസ് ബ്രിജേഷ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരി ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് ബ്രിജേഷ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരി ഓൺ മിർച്ചി. ബ്രിജേഷ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് പറയാനുണ്ട്. അടിപൊളി, പറ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ 8 മാച്ചസ് ആണ് വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുള്ളത്, ODI വേൾഡ് കപ്പിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഓരോ കളിക്കാരുടെയും ഏറ്റവും നല്ല പെർഫോമൻസ് കയറി വരുന്ന ഒരു വെന്യൂ ആണ് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഈ 8 മാച്ചസിൽ ആദ്യത്തെ 5 മാച്ചസിൽ സച്ചിൻ കളിച്ചിട്ടുണ്ട്. ഈ 5 മാച്ചിൽ 3 മാച്ചിലും സച്ചിനായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. ബാക്കിയുള്ളത് 2 മാച്ചസ് ആണ്. ഈ 2 മാച്ചസിൽ ഒന്ന് വെങ്കിടേഷ് പ്രസാദ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്, 5 വിക്കറ്റ് എടുത്തു. അത് 1999. പിന്നെ നവ്ജോത് സിംഗ് സിദ്ധു 1996. ആ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ആമിർ സുഹൈലിന്റെ ഇൻസിഡന്റ് ഉള്ളത്. അതെ. അതില് ഈ പറഞ്ഞ പോലെ ആരും ഒരുപാട് പ്രകീർത്തിക്കാത്തൊരു ഇന്നിങ്സ് ആണ് ഈ സിദ്ധുവിന്റെ 93 റൺസിന്റെ ഒരു ഇന്നിങ്സ്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ആ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സച്ചിൻ ആയിരുന്നു, 523 റൺസ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ സിദ്ധുവിന്റെ 178 റൺസ് ആണ്. അതെ, ഈ ഇന്നിങ്സിലാണ് സിദ്ധുവിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ്. വേണ്ട സമയത്ത് വന്നിട്ട് ഇന്ത്യ ആ മാച്ച് ജയിച്ചു. Okay. അതുപോലെ തന്നെ 99-ലെ
വെങ്കടേഷ് പ്രസാദിൻ്റെ കാര്യം. വെങ്കടേഷ് പ്രസാദിൻ്റെ ഏറ്റവും നല്ല 2 സ്പെല്ലുകൾ വന്നിട്ടുള്ളത്, ഒന്ന് 96 അമീർ സൊഹൈലിനെ ഉൾപ്പെടെ ഔട്ടാക്കിയ ഒരു സ്പെല്ലും, പിന്നെ ഈ 99 വേൾഡ് കപ്പിലെ 5 വിക്കറ്റ്സ് ഹോളും. പിന്നെ ബാക്കിയുള്ള 3 മാച്ചസാണ്. ഈ 3 മാച്ചിൽ സച്ചിൻ കളിച്ചിട്ടില്ല. പക്ഷേ ഈ 3 മാച്ചസിൽ, അടുത്ത ഈ 3 മാച്ചസിൽ ഇന്ത്യയുടെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ 3 ഹീറോസാണ്. 1 ബുംറ, 2 കോഹ്ലി, 3 രോഹിത് ശർമ്മ. ഇതൊരു ഗംഭീര സ്റ്റാറ്റ്സ് ആണ്. കാരണം ഇങ്ങനത്തെ പ്രഷർ മാച്ചിലാണ് ശരിക്കും ലെജൻഡ്സ് വരിക, അല്ലെങ്കിൽ എന്താണ് പ്രഷർ മാച്ചിലാണ് ഏറ്റവും നല്ല പ്ലേയേഴ്സ് അവരുടെ കളർ കാണിക്കുക എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു സംഭവം. ഗംഭീര സ്റ്റാറ്റ്സ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ സ്റ്റാറ്റ്സ്. ദിസ് ഇസ് ബ്രിജേഷ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. എനിക്ക് ഈ ആവേശം കുറച്ച് കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആവേശം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ കുറിച്ചാണ്. മനസ്സിലായില്ല ആവേശത്തിന്റെ കാര്യം. ദിസ് ഇസ് ബ്രിജേഷ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. ഹരി, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വേറൊരു ബോളിംഗ് പെർഫോമൻസ് ആണ് വെങ്കടേഷ് പ്രസാദിന്റെ. അതായത് വെങ്കടേഷ് പ്രസാദ് വരുന്നു, ബോൾ ചെയ്യുന്നു, ആമിർ സുഹൈൽ ബൗണ്ടറി അടിക്കുന്നു. ബൗണ്ടറി അടിച്ചിട്ട് അപ്പൊ തന്നെ കൈയും ബാറ്റും ചൂണ്ടിട്ട് നിന്നെ അതേ സ്ഥലത്ത് ഞാൻ ഈ ഫോർ അടിക്കൂട എന്നുള്ള ലൈനിൽ ഒരു സാധനം ഇടുന്നു. അപ്പോ വെങ്കടേഷ് പ്രസാദ് തിരിച്ചു പോകുന്നു. അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്ത് ബോൾ അടുത്ത് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പുള്ളിയെ തന്നെ വിശ്വസിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ മുകളിൽ തന്നെ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരെ എത്തിയത്, ഞാൻ അത് തന്നെ വീണ്ടും ചെയ്യാൻ പോവാ. ഐ എം ഗുഡ് അറ്റ് സ്വിങ്ങിങ് മൈ ബോൾ. ആ സാധനം ചെയ്തിട്ട് പുള്ളി നേരെ വരുന്നു. ഒരു റൈറ്റ് ഹാൻഡർ ആയിരുന്നെങ്കിൽ ഔട്ട് സ്വിങ്ങും, ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഇൻ സ്വിങ്ങും വരുന്നു. സെയിം ആ ബോളിൽ പഴയ പോലത്തെ സെയിം ഷോട്ടിന് ആമിർ സുഹൈൽ ശ്രമിക്കുന്നു, ബോൾഡ് ആവുന്നു. അതിന്റെ രോമാഞ്ചം ഉണ്ടല്ലോ, കുറച്ച് കൂടുതലാണ്. അതെ. പലപ്പോഴും നമ്മൾ ഇതെപ്പോഴും സംസാരിക്കുമ്പോൾ അമീർ സുഹൈലിനെ ഒരു കോമാളി എന്ന രീതിയിലൊക്കെ പോലും ആൾക്കാർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അമീർ സുഹൈൽ അവിടെ ചെയ്തത് ഒരു റിസ്ക് എടുക്കൽ തന്നെയാണ്. അത് അദ്ദേഹം അവിടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആ ഒരു കറേജ് അവിടെ കാണിച്ചു. കാരണം അദ്ദേഹം ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ ഇന്നിങ്സിൽ ഒരു വിക്കറ്റ് ഇട്ടിട്ടുണ്ട്, ബോൾ ചെയ്ത് വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 288 പോലൊരു സ്കോറാണ് ചേസ് ചെയ്യുന്നത്. അത് ചേസ് ചെയ്ത് അന്നത്തെ കാലത്ത് 288 എന്ന് പറയുന്നത് വലിയ സ്കോറാണ്. ഇപ്പോൾ ചിലപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് തോന്നും. അപ്പോൾ ഒരു ക്വിക്ക് സ്റ്റാർട്ട് വേണം. അപ്പോൾ സൈദ് അൻവർ, അമീർ സുഹൈലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു പോവാണ്. അപ്പോൾ ഇവർക്ക് ഒരു മാനസികമായി ഒരു മേൽക്കൈ നേടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി റിസ്ക് എടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഫലവത്തായില്ല. അങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ ആമിർ സുഹൈലാണ് ടീമിനെ ലീഡ് ചെയ്തത്. 52 റൺ അടിച്ചിരിക്കുന്നു, ഒരു വിക്കറ്റും എടുത്തു. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഒരു ഇൻസിഡന്റിന്റെ പേരിലായിപ്പോയി. അതെ. ഓരോരുത്തരുടെ തലയിലെടുത്ത്. നമ്മളുടെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയുണ്ട് ഒരുപാട്. ദിസ് ഇസ് ബ്രിജേഷ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. ഹരി, ഇനി നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ചേരുന്നുണ്ട്. ആളെ മലയാളി ക്രിക്കറ്റ് ഫാൻസിനൊക്കെ അറിയാൻ നല്ല ചാൻസ് ആണ്. കാരണം ഈ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ക്രിക്കറ്ററും കൂടിയാണ്. മലയാള സെലിബ്രിറ്റീസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രാജീവ് പിള്ള. രാജീവ് ഏട്ടനും ഞാനും നിരന്തരം ക്രിക്കറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന 2 പേരാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യം, ക്രിക്കറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. അടിപൊളി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ അറിയാം. പക്ഷെ അദ്ദേഹം ഈ ഹിസ്റ്ററിയിൽ ഒരുപാട് ജ്ഞാനമുള്ള ഒരാളാണ്. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഹിസ്റ്ററി മാത്രമല്ല, ഇന്ത്യൻ ഹിസ്റ്ററി, എല്ലാ കാര്യത്തിലും ഒരുപാട് തൽപരകക്ഷിയാണ്. ഒരുപാട് ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് രാജീവ് പിള്ളയുടെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഏറ്റവും ഫേവറേറ്റ് ഇന്നിങ്സ് ആണെന്ന് ചോദിക്കാം. ഞാൻ രാജീവ് പിള്ള ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഇന്നിങ്സ് 2003 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പില് സച്ചിൻ പാകിസ്ഥാനെതിരെ കളിച്ച ആ ഗെയിം ആയിരിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഗെയിമിന്റെ തലേന്ന് സച്ചിന് എനിക്കൊരു ബാറ്റ്സ്മാനെ അല്ല, അതല്ലാതെ സച്ചിന്റെ ബാറ്റിങ്ങിനെ പറ്റി പുകഴ്ത്തിയല്ലാതെ സച്ചിൻ ഒരു സാധാരണ ബാറ്റ്സ്മാൻ ആണെന്ന് പറഞ്ഞ് ഷോയബ് അക്തർ മാച്ചിന്റെ തലേന്ന് പ്രസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല ആ സമയത്ത്. അബ്സല്യൂട്ട്ലി. അത് പിറ്റേന്നത്തെ കളിയിൽ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കായിരുന്നു ഷോയബ് അക്തർ സച്ചിൻ പോരാട്ടം. ഫസ്റ്റ് ഓവർ എറിഞ്ഞത് വസീം അക്രമാണ്. ഫസ്റ്റ് ഓവറിൽ
വസീം അക്രമിനെ ഒരു ബാക്ക് ഫുട്ടില് പോയിട്ട് പുള്ളിക്കാരൻ ഒരു 4 അടിച്ചു. അപ്പൊ തന്നെ അദ്ദേഹം മിഡിൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. സെക്കൻഡ് ഓവർ അക്തർ വന്നു, എല്ലാരും നോക്കിയിരിക്കുകയാണ്. ആദ്യത്തെ 2 ബോൾ കഴിഞ്ഞു. മൂന്നാമത്തെ ഓവർ അക്തർ 150 ക്രോസ് ചെയ്തു. 150.9 km/h ആ ബോൾ പോകുന്നത്. അതായത് സ്പീഡ് ഗണ്ണിന്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല, സച്ചിൻ ഷോയബ് അക്തർ അത്രയും സ്പീഡിൽ എറിയുന്ന വ്യക്തിയാണ്. കമന്ററി ബോക്സിൽ ഇരിക്കുന്നത് 2 പേരാണ്, പാകിസ്ഥാനിയും ഇന്ത്യക്കാരനും, രവി ശാസ്ത്രി, റമീസ് രാജൻ. സച്ചിന്റെ അപ്പർ കട്ട് 6 പോന്നു. തൽക്കാലം ആ 6 പോയെടുത്ത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങൾ കുറച്ച് പാട്ടുകൾക്ക് അപ്പുറത്ത് വരും. ഇത് ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസിനെ കുറിച്ച് ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. നമ്മളുടെ കൂടെ രാജീവ് പിള്ളയുണ്ട്. അപ്പോൾ ആളോട് ഏതാണ് ഫേവറേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസിൽ ഇന്നിങ്സ് എന്ന് ചോദിച്ചപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ 2003 ആ ഒരു ഇന്നിങ്സാണ് 98 റൺസിൻ്റെ. അപ്പോൾ എവിടെയായിരുന്നു ഹരി നിർത്തിയത് രാജീവ്? ഷോയിബ് അക്തറിനെ അപ്പർ കട്ട് 6 തേർഡ് മാനിലേക്ക് അടിച്ച ആ ഷോട്ടിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ബാക്കിയുള്ളത് കേൾക്കാം. രവി ശാസ്ത്രി ഭയങ്കര എക്സൈറ്റഡ് ആണ്. രമീസ് രാജയ്ക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി അങ്ങ് ഷോട്ടിനെ പറ്റി എക്സൈറ്റ്മെന്റ് കുറഞ്ഞു പറയാണ്. അത് അവിടെ പറഞ്ഞ ഒരു ഡയലോഗ് ഇരിക്കുന്നു, ഹി ക്യാഷസ് ഇറ്റ് ഓൺ ബിഗ് ടൈം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, എത്ര നല്ല ബൗളറാണ് നിങ്ങളെങ്കിലും, എത്ര ഫാസ്റ്റിൽ എറിയുന്ന പേസിൽ എറിയുന്ന ബൗളർ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നല്ല ബാറ്റ്സ്മാൻ നിങ്ങളെ അടിക്കും എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബോൾ എറിയുന്ന ഷോയബ് അക്തർ ആകെ പംപ്ഡ് അപ്പ് ആയി. 150.9 അടുത്ത ബോൾ 1 കിലോമീറ്ററുടെ സ്പീഡിലാണ് എറിയുന്നത്. 151.9 എറിയുന്നത്. ആ ബോൾ എറിയുന്നത് ഓഫ് സ്റ്റംപിനും മിഡിൽ സ്റ്റംപ് ലൈനിലാണ്. അതായത് അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ LBW ആണ്. പക്ഷെ സച്ചിൻ അത് ഫ്ലിക്ക് ചെയ്യുന്നത്, there is a huge gap between ഫൈൻ ആയിട്ടാണ് ഫൈൻ ലെഗിനെ ഇട്ടിരിക്കുന്നത്. സ്ക്വയർ ലെഗിനെ ഫൈൻ ലെഗിന്റെ ഇടയിൽ കൂടെ ഫ്ലിക്ക് ചെയ്തു. കറക്റ്റ് ആ ബോള് 151.9 ഗ്യാപ്പ് പിക്ക് ചെയ്തു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അത് കണക്ട് ചെയ്തു എന്നുള്ളതല്ല, അതിന്റെ ഇടയ്ക്കും പുള്ളി ഗ്യാപ്പ് പിക്ക് ചെയ്തു. അതും 4. അപ്പം പുള്ളി ഇയൊക്കെ ഭയങ്കര ദേഷ്യമായി. ഷോയബ് അക്തർ പിന്നെ എറിയുന്നത് 2.5 കിലോമീറ്ററോളം കൂട്ടിയിട്ടാണ്. 154.7 അങ്ങനെയായിരുന്നു എറിഞ്ഞത്. അത് സ്ട്രെയിറ്റ് ലെവൽ, ദാറ്റ്സ് നോട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഷോട്ട് ടു പ്ലേ ഓൺ എ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണത്. അത് മിഡോണിന്റെ ബോളറിന്റെ ഇടയ്ക്കൂടെ ഡ്രൈവ് ചെയ്ത് 4 അടിച്ചു. ഐ മീൻ ആ കളി ഇന്ത്യ ജയിച്ചു എന്നുള്ള മാത്രമല്ല, ഇന്നിങ്സ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും ഇരിക്കാൻ കാരണം ഈ 3 ഷോട്ടുകളാണ്. അൺബിലീവബിൾ ആണ്. ഒരിക്കലും ആൾക്കാരും മറക്കത്തില്ല. രാജീവിന് ഈ ഒരു ഇന്നിങ്സ് ഫേവറേറ്റ് ആണെന്ന് മാത്രമല്ല, അതിന്റെ ഓരോ ബോളും അല്ലെ കാണാതെ തന്നെ അറിയാം. അതെനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, സച്ചിന്റെ എല്ലാ ഫാൻസിനും അറിയാം. ഇങ്ങനത്തെ പല കളികളുടെയും പലതും അറിയാം സച്ചിന്റെ എല്ലാ ഫാൻസിനും. വിശേഷങ്ങൾ തീരുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ച് നമുക്ക് ഇനിയും പറയാനുണ്ട്. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. ഇത് മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ രാജീവ് പിള്ളയുണ്ട്. രാജീവ് പിള്ളയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. വേറെ കാര്യമുണ്ട്. ഒരു സച്ചിന്റെ ഓട്ടോബയോഗ്രാഫില്ലേ, പ്ലേയിങ് ഇൻ മൈ വേ, അതല്ലാതെ തന്നെ സച്ചിനെ പറ്റി എഴുതിയിരിക്കുന്ന ആ ബുക്ക്, അത് പുള്ളി എഴുതിയതാണ്. പക്ഷെ അതിനേക്കാളും നല്ലൊരു ബുക്കുണ്ട്, ക്രിക്കറ്റ് ഈസ് റിലീജിയൻ, സച്ചിൻ ഈസ് മൈ ഗോഡ് എന്ന് 2 IIT IIM ഗ്രാജുവേറ്റ്സ് എഴുതിയതാണ്. വിജയ് സന്താനം, ബാലസുബ്രഹ്മണ്യം, അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഞാൻ പറഞ്ഞു, ഇവർ 2 പേരും കൂടെ എഴുതിയാണ്. അതില് വിജയ് സന്താനം പറയുന്നുണ്ട്, പുള്ളിക്കാരൻ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും സച്ചിന്റെ ഇന്നിങ്സും സ്ട്രെയിറ്റ് ഡ്രൈവും കണ്ടുകൊണ്ട് വേണം മരിക്കാനും. അത് അന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് അത് ഓൾമോസ്റ്റ് ഒരു 1.5 decades ബാക്ക് എഴുതിയതാണ്. അതിപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു ബുക്കിന്റെ റെഫറൽ കൂടെ കിട്ടി, കാരണം സച്ചിൻ ഫാൻസിന് വായിക്കാൻ അറിയാത്തവർക്ക് ഒരു ബുക്കിന്റെ സാധനം കൂടി കിട്ടിയെന്ന് പറയുന്നു. അതൊരു മസ്റ്റ് റീഡ് ആണ്. സച്ചിന്റെ 33ാമത്തെ വയസ്സിൽ സച്ചിൻ ഒരു ബാഡ് പാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാൻഡം ഓഫ് ദ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വളരെ വിശകലനം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ മനുഷ്യന്റെ അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർ അതിനെ ഭയങ്കരമായിട്ട് വിശകലനം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സച്ചിനെ വാൻഡേയിലെ ഗ്രൗണ്ടും ബൂ ഒക്കെ ചെയ്തത്. ആ സമയം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് രാജീവ്, താങ്ക് യു. ഈ ഇന്നിങ്സിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. Thank you so much. Pleasure is mine. When I speak about it, pleasure is always mine. Thank you. Welcome Rajiv. Bye. മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ച് ഇങ്ങനെ ചർച്ചകൾ ചെയ്തുകൊണ്ട്
ബ്രിജേഷും മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണനാണുള്ളത്. ഹരി, ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ കയറും. നമ്മളിപ്പോൾ കുറേ പഴയ കളികളുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഞാൻ നേരിട്ട് കണ്ട ഇന്നിങ്സുകളിൽ, അല്ലെങ്കിൽ നേരിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവായിട്ട് കണ്ട ഇന്നിങ്സുകളിൽ ഒരിക്കലും ജയിക്കില്ല എന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് ജയിപ്പിച്ചുകൊണ്ട് വന്നൊരു പ്ലെയറാണ് വിരാട് കോഹ്ലി. അതൊരു അൺബിലീവബിൾ മാച്ച് ആയിരുന്നു. അതെ 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 2022 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് അതിൽ പാകിസ്ഥാനെതിരെയുള്ള മാച്ചായിരുന്നു മെൽബണിൽ. റൈറ്റ് മാച്ച് എന്ന് പറഞ്ഞു. പക്ഷേ ഈ രണ്ട് ഷോട്ടാണ് അത് ശരിക്കും ഡിഫൈനിങ് സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഒരു മാച്ചാണ്. അവസാനം കുറച്ച് സ്ലോ ആയിട്ടാണ് ഇന്നിങ്സ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവസാനം കോഹ്ലി നല്ല ഫോമിലേക്ക് എത്തി ആ മാച്ച് അടിച്ച് ജയിപ്പിച്ചു. അതിൽ പറയേണ്ടത് 19th ഓവറിൽ ഹാരിസ് റൌഫിനെതിരെ അടിച്ച 2 സിക്സാണ്. അതിൽ ഒരു സിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കെട്ടിത്തൂക്കിയിട്ട ബോളിൽ പോലും അടിക്കാൻ പറ്റാത്തൊരു ഷോട്ടാണത്. അത്രയ്ക്കൊരു ബ്രില്യൻ ഷോട്ടായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ബാറ്റ് പഞ്ച്, അത് ബോളറുടെ തലയ്ക്ക് മുകളിലൂടെ 6. പലപ്പോഴും പല ചാനൽസ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് അനാലിസിസ് ഉണ്ട് ആ ഒറ്റ ഷോട്ടിന്. പക്ഷേ എല്ലാവർക്കും ആ ഷോട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് അടുത്ത ബോളിലൊരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. ആ ഷോട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്ലിക്കാണ്. പക്ഷെ ആ ഫ്ലിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഫ്ലിക്ക് ചെയ്യാനുള്ള പൊസിഷൻ നല്ല ഹൈറ്റ്, ഒരു ഓക്വേർഡ് ഫ്ലിക്ക് ആയിരുന്നത്. അത്രയും ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അത് നടക്കുമെന്ന് പോലും എനിക്കറിയില്ല. മറ്റത് പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതൊന്നും കുറച്ച് കാണിക്കുകയല്ല, ഞാൻ എൻ്റെ ഫേവറേറ്റ് പറയാൻ വേണ്ടി ജസ്റ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ ആ ഫ്ലിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾ പോകുന്ന റൂട്ടിൽ അതിനെ ഗൈഡ് ചെയ്ത് വിടുക, ഓക്വേർഡ് ഹൈറ്റിൽ നിന്ന് ഫ്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു മാച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന പോലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അതെന്താ അവിടെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഗ്രേറ്റ് പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് ഏറ്റവും ടഫ് ഓപ്പോസിഷൻ കൂടി വരുമ്പോഴത്തേക്കും ഗ്രേറ്റ് പ്ലേയേഴ്സ് അവരുടെ തനി നിറം കാണിക്കുന്നു വേണമെങ്കിൽ പറയാം. വിശേഷങ്ങൾ തീരുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വിശേഷങ്ങളുമായിട്ട് ബ്രിജേഷും മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരിയും ഉണ്ടാവും. മിർച്ചി സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബ്രിജേഷും മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണനാണ് കൂടെയുള്ളത്. നമ്മളെപ്പോഴും വലിയ പ്ലേയേഴ്സിന്റെ വലിയ ഇന്നിങ്സുകളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ ചെറിയ ഇന്നിങ്സുകൾ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഋഷികേഷ് കന്ദിക്കറിന്റെ ഇന്നിങ്സ് 1998 ഇൻഡിപെൻഡൻസ് കപ്പിൽ 3ാമത്തെ ഫൈനൽ. ആ ഫൈനലിൽ അവസാനം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 2 ബോളിൽ 3 റൺസ്. അതെ, സഖ്ലൈൻ മുഷ്താഖിന്റെ ബോളാണ്. ആ സമയത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ 2 ബോളിൽ 3 റൺസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നും. പക്ഷെ അന്ന് ഇമ്പോസിബിൾ എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു ഒന്നാമത് സഖ്ലൈൻ മുഷ്താഖ് റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നർ, ബാറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൻ പ്രഷറാണ്. അതെ അന്ന് ആ അടിച്ച ഷോട്ട് അത് ഒരു ക്രിക്കറ്റ് പ്രേമിയും മറന്നിട്ടില്ല എന്ന് ഉറപ്പാണ്. ഈ മാച്ച് നടക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്നൊക്കെ പെട്ടെന്നൊരു ഇറപ്ഷൻ പോലെ വലിയ ബഹളം ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എല്ലാവരും മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഇത് എടുക്കാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അങ്ങനത്തെ ഒരു ബോളറും ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് പരിചയത്തൊരു ബാറ്റ്സ്മാനും ഒക്കെ വന്നിട്ട് എന്തായാലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കുറച്ച് റൺസ് എടുക്കുന്ന ചെറിയ ആൾക്കാരെയും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഓർമ്മിച്ച് പോവാണ്. ഇത് ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരി ഓൺ മിർച്ചി. സംഗതി ഹോട്ടാണ്. വെൽക്കം ബാക്ക്. ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരി ഓൺ മിർച്ചി. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹരി, എനിക്ക് അതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇർഫാൻ പട്ടാന്റെ ഒരു ഹാട്രിക് ഉണ്ട്, ഓർമ്മയുണ്ടോ? അത് 2006 കറാച്ചി ടെസ്റ്റിലായിരുന്നു. ആദ്യ ഓവറിലെ ഹാട്രിക്. സ്കോർ 0 ആയിരിക്കുന്ന സമയത്ത്. ഇത് ഫസ്റ്റ് ബോൾ ഹാട്രിക് ആണോ അതോ ആ ഓവറിൽ 4, 5, 6 ബോളുകളായിരുന്നു. അപ്പോൾ സ്കോർ അനങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, സ്കോർ അനങ്ങിയിട്ടില്ല. എനിക്കതല്ല, ആ ഹാട്രിക്കിന് ഇർഫാൻ പട്ടാൻ ഔട്ടാക്കിയ ബാറ്റ്സ്മാൻ ആണ് ഇതിൻ്റെ അകത്ത് മറ്റേ എന്താ അത്ഭുതമുള്ള സാധനം. അതെ ഒന്ന് സൽമാൻ ബട്ട് ആയിരുന്നു ഓപ്പണർ. അതെ, സ്ലിപ്പിൽ ക്യാച്ച്. രണ്ടാമത്തത് യൂനിസ് ഖാൻ, ലോകത്തിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിൽ ഇന്നും ഉള്ളൊരു മനുഷ്യൻ. അതെ, യൂനിസ് ഖാൻ LBW. യൂനിസ് ഖാൻ LBW, യെസ്. മൂന്നാമത്തത് ബൗൾഡാണ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്നത് എന്താ പറയുക, ഏതൊരു 1-2 കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം റൺസ് അടിച്ച ബാറ്റ്സ്മാൻ ആയിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. അത്രയ്ക്ക് അതാണ് പറഞ്ഞത് ഏറ്റവും നല്ല. പലപ്പോഴും നമ്മൾ പല ഹാട്രിക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല, മിക്കപ്പോഴും ഒരു ബോളർ ഇറങ്ങുന്നതായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള 3 ബാറ്റ്സ്മാൻമാരെ, അതും ലോകത്തിൽ തന്നെ ആ സമയത്ത് ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരെ ഔട്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഫസ്റ്റ് ഓവറിൽ, ഫസ്റ്റ് ടെസ്റ്റ് മാച്ച്, ഫസ്റ്റിലെ ആ 4-5-6 ബോളിൽ. അതെ, ഇർഫാൻ പട്ടാൻ നല്ല ഫോമിലായിരുന്നു, നല്ല സ്വിങ് കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് ആ ടെസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചു.
പക്ഷെ ഇന്ത്യ ആ ടെസ്റ്റ് തോക്കുകയാണ് ചെയ്തത്. നമുക്ക് തൽക്കാലം അത് പറയട്ടെ. ഇർഫാൻ പത്താൻ്റെ ഹാട്രിക് നമുക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം. കാരണം ആ ഹാട്രിക്ക് ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ പോയാൽ ആ സാധനം സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ബോൾസ് ആണ്. കാരണം ഈ മുഹമ്മദ് യൂസഫിനെയൊക്കെ നമുക്ക് ഔട്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോയി കാണാം. അത് മാത്രമല്ല, ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഏതൊരു മറ്റേ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആണെങ്കിലും റീപ്ലേ ആണെങ്കിലും ഒക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും. ഇത്രയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടമുണ്ട്. അതായത് ഹരി എൻ്റെ കൂടെ വന്നിരുന്ന് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. അപ്പോൾ ഇനി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇരുന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യാം. ഇത് ബ്രിജേഷ് ആണ് വിത്ത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് ഹരികൃഷ്ണൻ. മിർച്ചി സംഗതി ഹോട്ടാണ്.